എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം നിലവിൽ ബിറ്റ്കോയിൻ ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓൺഗോയിങ് ഫൈറ്റിനെ കുറിച്ചിട്ടാണ്, ഒരു ഓൺഗോയിങ് ഡിബേറ്റിനെ കുറിച്ചിട്ടാണ്. ബിറ്റ്കോയിൻ കോർ വേഴ്സസ് നോട്ട്സ് ഡിബേറ്റ് എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദാവൂദ് അൽ ഹക്കീം എന്നുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം നടക്കുന്ന നോഡ് അറ്റാക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? വൈ സോ മെനി ആർ സ്വിച്ചിങ് ഫ്രം ബിറ്റ്കോയിൻ കോർ ടു നോട്ട് എന്നുള്ളതാണ് ചോദ്യം. സോ ഈ ഒരു ബിറ്റ്കോയിൻ കോർ വേഴ്സസ് ബിറ്റ്കോയിൻ നോട്ട്സ് എന്നുള്ള ഈ ഒരു ഡിബേറ്റ് ഇപ്പം നമ്മൾ ട്വിറ്ററൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട്, ഇപ്പോൾ എസ്പെഷ്യലി ഈ ഒരു മാസമൊക്കെയാണ് വളരെ വലിയ രീതിയിൽ അത് കൂടി വരുന്നത്. ഇപ്പോൾ പല ആളുകളും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബിറ്റ്കോയിൻ ഒരു ഹാർഡ് ഫോർക്കിലോട്ട് വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഈ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ബിറ്റ്കോയിൻ കോർ വേഴ്സസ് ബിറ്റ്കോയിൻ നോട്ട്സ് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബിറ്റ്കോയിൻ നോഡ് റൺ ചെയ്യാൻ വേണ്ട സോഫ്റ്റ്വെയർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ബിറ്റ്കോയിൻ കോർ. അപ്പോൾ ബിറ്റ്കോയിൻ കോർ ഒഴിവാക്കിയിട്ട് ബിറ്റ്കോയിൻ നോട്ട്സ് വേണം എന്ന് ഒരു ഗ്രൂപ്പ് ആളുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബിറ്റ്കോയിൻ കോർ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് ബിറ്റ്കോയിൻ കോർ നോഡ് റൺ ചെയ്യുന്ന ആളുകളും പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ബിറ്റ്കോയിൻ കോർ റൺ ചെയ്യുന്ന ആളുകൾ ആ ഒരു ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി പ്രപ്പോസ് ചെയ്തിട്ടുള്ള 1-2 ചേഞ്ചസ് കാര്യങ്ങൾ പല ആളുകൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം കൊണ്ടാണ് ബിറ്റ്കോയിൻ നോട്ട്സിലോട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ബിറ്റ്കോയിൻ നോഡ് റൺ ചെയ്യാനുള്ള 2 സോഫ്റ്റ്വെയർ, അത് ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ഡിബേറ്റ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഓക്കെ, സോ എന്താണ് ബിറ്റ്കോയിൻ കോർ? ബിറ്റ്കോയിൻ കോർ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ നോഡ് റൺ ചെയ്യാനുള്ള ഡിഫോൾട്ട് സോഫ്റ്റ്വെയർ ആണ്. അതായത് 2009 മുതൽക്ക് തന്നെ സതോഷി നാക്കമോട്ടോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള നോഡ് റൺ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. ഏറ്റവും ഓൾഡസ്റ്റും ഇപ്പോഴും നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഡിഫോൾട്ട് ആയിട്ടുള്ള നോഡ് റൺ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ bitcoin.org എന്നുള്ള വെബ്സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഒരു നോഡ് റൺ ചെയ്യാൻ പറ്റും. ഏകദേശം 98% ആളുകളും ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത് ഈ ഒരു ബിറ്റ്കോയിൻ കോർ എന്നുള്ള ഈ ഒരു സോഫ്റ്റ്വെയറിനാണ്. സോ ബിറ്റ്കോയിൻ നോട്ട്സ് എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ട് വന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് മാത്രമല്ല ബിറ്റ്കോയിൻ കോറിൻ്റെ തന്നെ ഒരു കോപ്പി പേസ്റ്റ് ആണ്. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ഫീച്ചേഴ്സ് കാര്യങ്ങൾ, കുറച്ചും കൂടി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു നോഡ് റൺ ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ബിറ്റ്കോയിൻ നോട്ട്സ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ലൂക്ക് ഡാഷ്ജർ എന്നുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ബിറ്റ്കോയിൻ കോറിനെ സംബന്ധിച്ചിടത്തോളം ബിറ്റ്കോയിൻ കോർ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റിയാണ്, ബിറ്റ്കോയിൻ ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റിയാണ്. അതിൽ ഒരുപാട് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ല അത് കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതും, പക്ഷേ ഒരുപാട് ആളുകളാണ്. പക്ഷേ ബിറ്റ്കോയിൻ നോട്ട്സ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ലൂക്ക് ഡാഷ്ജർ എന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അത് പ്രൊമോട്ട് ചെയ്യുന്നതും ഈ ഒരു പുള്ളിയാണ്. അപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് ഈ ഒരു നോട്ട്സിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത്. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് സ്ക്രീൻ ചെയ്യാനും ഫിൽട്ടർ ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണം എന്നുള്ളതാണ് ഈ ഒരു നോട്ട്സ് കമ്മ്യൂണിറ്റി പറയുന്നത്. അത് മാത്രമല്ല റീസെൻ്റ് ആയിട്ട് ബിറ്റ്കോയിൻ കോർ കമ്മ്യൂണിറ്റി ഇപ്പോൾ അടുത്ത ഈ ഒരു ബിറ്റ്കോയിൻ കോറിൻ്റെ പുതിയ വേർഷനിൽ ചെറിയ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ചസ് ഈ ഒരു കമ്മ്യൂണിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചേഞ്ചസ് ആയത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ബിറ്റ്കോയിൻ നോട്ട്സിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നോഡുകളുള്ളത് ബിറ്റ്കോയിൻ കോർ തന്നെയാണ്. 90% നോഡുകളും ബിറ്റ്കോയിൻ കോർ തന്നെയാണ്. സോ ഏകദേശം 19,885 ബിറ്റ്കോയിൻ കോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം 2,232 നോഡുകളാണ് നോട്ട്സ് ഉള്ളത്. അപ്പോൾ ഇത് തന്നെ റീസെൻ്റ് ആയിട്ടാണ് ഈ ഒരു നോട്ട്സിലോട്ട് ആളുകൾ കൂടുതലായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്, ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസമായിട്ട്. സോ ഈ ഒരു ഡിബേറ്റ് നടക്കാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബിറ്റ്കോയിൻ കോർ ഡെവലപ്പേഴ്സ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ചേഞ്ചാണ്. അതായത് അടുത്ത ഈ ഒരു ബിറ്റ്കോയിൻ കോർ എന്നുള്ള സോഫ്റ്റ്വെയറിൽ വരുത്താൻ പോകുന്നുള്ളൊരു ചേഞ്ച്, ആ ഒരു ചേഞ്ചിന് സപ്പോർട്ട് ചെയ്യാത്ത ആളുകളാണ് ഈ ഒരു ബിറ്റ്കോയിൻ നോട്ട്സ് എന്നുള്ളൊരു കമ്മ്യൂണിറ്റിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബിറ്റ്കോയിൻ കോർ ഡെവലപ്പേഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ചേഞ്ച് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ നമ്മൾ നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു 0.1 ബിറ്റ്കോയിൻ വേറൊരാൾക്ക് അയക്കുന്ന സമയത്ത് ആ ഒരു ട്രാൻസാക്ഷൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ കുറച്ച് ഡേറ്റ നമുക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ അയക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇമേജ് കാര്യങ്ങൾ നമുക്ക് സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആ ഒരു ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് പോസിബിളാണ്. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ഒരു നോൺ മോണിറ്ററി ഒരു ഡേറ്റ നമ്മൾ ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്, ഒരു അഡീഷണൽ ഫീച്ചറാണ് OP റിട്ടേൺ എന്നുള്ളൊരു ബിറ്റ്കോയിനിലുള്ള ഒരു ഫീച്ചർ. ഓക്കെ,
അപ്പോൾ ആ ഒരു ഫീച്ചറാണ് ഈ ഒരു NFT കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓർഡിനൽസ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ട്രാൻസാക്ഷൻ്റെ കൂടെ ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീച്ചറിൽ ഇപ്പം നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒ പി റിട്ടേൺ എന്നുള്ള ഈ ഒരു ഫീച്ചറിൻ്റെ സ്പേസ് മെമ്മറി യൂസേജ് എന്ന് പറയുന്നത് 80 ബൈറ്റാണ്. അപ്പോൾ ആ ഒരു ലിമിറ്റ് എടുത്തു കളയുകയും പകരം അത് അൺലിമിറ്റഡ് ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അതിൽ ഒരുപാട് ഡാറ്റ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് അതേപോലെ മറ്റുള്ള എന്തെങ്കിലും ഇമേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ ഈ ഒരു ബ്ലോക്ക് ചെയിൻ മോണിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാതെ മറ്റുള്ള പർപ്പസിന് വേണ്ടിയിട്ടും ആളുകൾ യൂസ് ചെയ്യണം. ഇപ്പോൾ NFT കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ബിറ്റ്കോയിൻ കോർ ഡെവലപ്പേഴ്സിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കോൺട്രവേഴ്ഷ്യൽ ആവുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു മോണിറ്ററി നെറ്റ്വർക്കാണ്. അപ്പോൾ ഒരു മോണിറ്ററി നെറ്റ്വർക്കിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ്റെ സൈസ് കൂടും അല്ലേ. നോർമലി നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ അയക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള കുറേ ആവശ്യമില്ലാത്ത ടെക്സ്റ്റ് മെസ്സേജും കുറേ മങ്കി പിക്ചേഴ്സും പട്ടിയും പൂച്ചിൻ്റെ ഒക്കെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഈ നോഡുകൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക്കലി ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിൻ്റെ സൈസ് കൂടുകയും ഒരു ആവറേജ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിറ്റ്കോയിൻ നോഡ് റൺ ചെയ്യുന്നത് എക്സ്പെൻസീവ് ആവുകയും ചെയ്യും. അപ്പോൾ നോഡ് റൺ ചെയ്യുന്നത് എക്സ്പെൻസീവ് ആകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക്കലി നമ്പർ ഓഫ് നോഡുകൾ കുറയുകയും ബിറ്റ്കോയിൻ്റെ ഈ ഒരു ഡീസെൻട്രലൈസേഷൻ അതൊരു ത്രെട്ടായി മാറും. നമ്പർ ഓഫ് നോഡുകൾ കുറയുമ്പോൾ അത്രമാത്രം ഡീസെൻട്രലൈസ്ഡ് അല്ല എന്നുള്ളതാണ് അതിനർത്ഥം അല്ലേ. അപ്പോൾ കൂടുതൽ നോഡുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ ബിറ്റ്കോയിൻ്റെ ടോട്ടൽ ബ്ലോക്ക് ചെയിൻ ലെഡ്ജർ എന്ന് പറയുന്നത് കൂടുതൽ ആളുകളുടെ കയ്യിലുണ്ടാകുമ്പോഴാണ് അത് കൂടുതൽ ഡീസെൻട്രലൈസ്ഡ് ആവുന്നത്. അപ്പോൾ അത് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡീസെൻട്രലൈസേഷന് ഒരു ത്രെട്ടാണ്. അത് കാരണം കൊണ്ടാണ് ഈ ഒരു ബിറ്റ്കോയിൻ നോട്ട്സ് കമ്മ്യൂണിറ്റി അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ നോട്ട്സ് കമ്മ്യൂണിറ്റി പറയുന്നത് ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ ഒരു ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് ഒരു മോണിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അതിൽ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കരുത്. അത്തരത്തിലുള്ള ട്രാൻസാക്ഷനിൽ ഒരു സ്പാമായിട്ട് കൺസിഡർ ചെയ്യണം. അത് ഇത്തരത്തിലുള്ള NFT ഓർഡിനൽസ് കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സ്ക്രീൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം എന്നുള്ളതാണ് നോട്ട്സ് കമ്മ്യൂണിറ്റി പറയുന്നത്. അപ്പോൾ ഈ 2 ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ബിറ്റ്കോയിൻ കോർ കമ്മ്യൂണിറ്റിയിൽ, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ബിറ്റ്കോയിൻ നോട്ട്സ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ. സോ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ബിറ്റ്കോയിൻ നോട്ട്സ് കമ്മ്യൂണിറ്റിൻ്റെ കൂടെയാണ്. കാരണം ബിറ്റ്കോയിൻ ഒരു മോണിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യേണ്ട ഒരു നെറ്റ്വർക്ക് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെയും ഒരു ഒപ്പീനിയൻ. അല്ലാതെ ഇതിൽ ആവശ്യമില്ലാത്ത കുറേ മങ്കി പിക്ചേഴ്സും കുറേ ആവശ്യമില്ലാത്ത ടെക്സ്റ്റ് കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്ത് ബ്ലോക്ക് ചെയിൻ്റെ സ്പേസ് സ്റ്റോറേജ് ഒരുപാട് കൂട്ടി ഈ ഒരു നോഡ് റൺ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് എത്തിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിറ്റ്കോയിൻ്റെ മെയിൻ ആയിട്ടുള്ള അപ്പോൾ ഈ ഒരു നോഡ് റൺ ചെയ്യുന്നത് എക്സ്പെൻസീവ് ആവുന്നു അല്ലെങ്കിൽ ആളുകൾ നോഡ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ നോഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നറിയണം അല്ലേ. സോ ബിറ്റ്കോയിൻ നോഡ് എന്ന് പറയുമ്പോൾ ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആശയം? ഡോണ്ട് ട്രസ്റ്റ് വെരിഫൈ എന്നുള്ളതാണ് അല്ല. അതായത് നമുക്കൊരു ബാങ്കിൽ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ആ ബാങ്കിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ആ ഒരു ബാങ്ക് പറയുന്ന കാര്യങ്ങൾ പോലെ നമ്മൾ ചെയ്യണം അല്ലേ. അല്ലാതെ നമുക്ക് അവിടെ ഒരു ഫ്രീഡം ഇല്ല. പക്ഷേ ബിറ്റ്കോയിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഒരു പെർമിഷൻലെസ് പ്രോട്ടോകോൾ ഫോർ മണിയാണ്. നമുക്ക് പൈസ സ്റ്റോർ ചെയ്യാനും റിസീവ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പെർമിഷൻലെസ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് ബിറ്റ്കോയിൻ. അപ്പോൾ അതിൻ്റെ ലെഡ്ജറാണ് എന്നുണ്ടെങ്കിലും ഷെയർഡ് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ലെഡ്ജറാണ്. അത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഡൗൺലോഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു ബാങ്കിൻ്റെ ലെഡ്ജർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അതിലോട്ട് പെർമിഷൻ ഇല്ല അല്ലേ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടന്ന ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കിട്ടില്ല. അത് ആ ഒരു ബാങ്കിൻ്റെ സെൻട്രലൈസ്ഡ് ലെഡ്ജറിലാണ്. പക്ഷേ ബിറ്റ്കോയിനിലാണ് എന്നുണ്ടെങ്കിലോ നമുക്ക് ഇന്നല്ല ഈ ഒരു ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ മുതൽക്ക് ഇന്ന് വരെയുള്ള ഈ ഒരു സെക്കൻഡ് വരെയുള്ള ട്രാൻസാക്ഷൻസ് മൊത്തം നമുക്ക് റിയൽ ടൈമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു നോഡ് റൺ ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു നോഡ് റൺ ചെയ്തിട്ട് ഈ ഒരു ബിറ്റ്കോയിൻ്റെ ബ്ലോക്ക് ചെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രത്തോളം എത്രത്തോളം നോഡുകൾ കൂടുന്നോ അത്രത്തോളം ഈ ഒരു ബിറ്റ്കോയിൻ്റെ ട്രാൻസ്പെറൻസി കൂടും. അതിൽ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഇതിൻ്റെ നോഡ് കൂടുതൽ റൺ ചെയ്യുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു ബിറ്റ്കോയിൻ നോഡ് റൺ ചെയ്യാം, എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും റൺ ചെയ്യാം. അതിൻ്റെ അത്ര വലിയൊരു എക്സ്പെൻസീവ് അല്ലാത്ത ഒരു കാര്യമാണ്. ഓക്കെ, ആ ഒരു ലെവലിലാണ് സതോഷി നാക്കമോട്ടോ ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇപ്പോഴും നമ്മൾ ബിറ്റ്കോയിൻ്റെ ഈ ഒരു കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റാബേസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും 661 GB ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ബിറ്റ്കോയിൻ .org പോയിട്ട് ഈ ഒരു നോഡ് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റ്കോയിൻ്റെ ഡേ 1 മുതൽക്കുള്ള ഇന്ന് വരെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമുക്കൊരു വാലറ്റ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. എന്ത് ഡെവലപ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ നോഡ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതിന് വേറൊരു കമ്പനിനെയോ വേറൊരു എൻറ്റിറ്റിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത്രത്തോളം വളരെ ഈസിയാണ്. ഇപ്പോൾ ഈവൻ ബിറ്റ്കോയിൻ നോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബിറ്റ്കോയിൻ നോട്ട്സിൻ്റെ നോഡ് ഞാനിപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പ് PC-യിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ റൺ ചെയ്യാം. അങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും റിയൽ ടൈം ആയിട്ട് സിങ്ക് ആവും. അത് മാത്രമല്ല, ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ സൈസ് എന്ന് പറയുന്നത് കാലക്രമേണ ഏതൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു നോഡ് റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സതോഷി നാക്കമോട്ടോ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബ്ലോക്ക് സൈസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പല ആളുകൾക്കുള്ള ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്ലോബലി ഉള്ളൊരു നെറ്റ്വർക്ക് എന്തുകൊണ്ടാണ് വെറും ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് വെറും 7 ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ബ്ലോക്ക് സൈസിന് ഇതിൻ്റെ ബ്ലോക്ക് സൈസ് എല്ലാം 1 MB ഇപ്പോൾ ഒക്കെ ഉള്ളൂ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇതാണ്. അതായത് കാലക്രമേണ സതോഷി നാക്കമോട്ടോയുടെ വിഷൻ എന്ന് പറയുന്നത് കാലക്രമേണ ഈ ഒരു സ്റ്റോറേജ് കോസ്റ്റ് കാര്യങ്ങളെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വരും. നമുക്കൊരു നോഡ് റൺ ചെയ്യാനുള്ള കോസ്റ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു 1 TB ഉള്ള ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈസിയാണ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലൊക്കെ 1 TB ഡാറ്റാബേസ് ഉണ്ട് അല്ലേ. പക്ഷേ നമുക്കൊരു 2009 2010 ഒന്നും നമുക്ക് ഇത്രയില്ല. ഇപ്പോൾ കൂടിപ്പോയ ഒരു 180 GB 200 GB ഒക്കെയാണ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അന്ന് ഇത്രയും ഒരു ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റ് കാര്യങ്ങൾ ഒക്കെ കുറവാണ്. അപ്പോൾ ഇതിങ്ങനെ കുറയുന്നതിനനുസരിച്ച് മാത്രമായിരിക്കണം ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ സൈസ് കൂടാൻ പാടുള്ളൂ എന്നുള്ളതാണ് സതോഷി നാക്കമോട്ടോയുടെ ഒരു വിഷൻ. എപ്പോൾ ആണെന്നുണ്ടെങ്കിലും ഒരു ആവറേജ് ആളുകൾക്ക് നോഡ് റൺ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് സതോഷി നാക്കമോട്ടോയുടെ വിഷൻ. പക്ഷേ അതിന് പകരം ഇത്തരത്തിലുള്ള ഈ ഡേറ്റ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള ഈ നോൺ മോണിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ സൈസ് കൂടുകയും അത് ഒരു ആവറേജ് ആളുകൾക്ക് നോഡ് റൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ആക്ച്വലി ഈ ഒരു NFT കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നോൺ മോണിറ്ററി ഡാറ്റ ഇതിൽ ആഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു തുടക്കം എന്ന് പറയുന്നതും ആക്ച്വലി സതോഷി നാക്കമോട്ടോ ആണ്. അപ്പോൾ പല ആളുകളും പറയുന്നത് സതോഷി നാക്കമോട്ടോയുടെ തന്നെ ഒരു മിസ്റ്റേക്കാണ് എന്നുള്ളതാണ് പല ആളുകളും പറയുന്നത്. ഓക്കെ, അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തത് ഇപ്പോൾ സതോഷി നാക്കമോട്ടോ ആദ്യത്തെ ബ്ലോക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ കൂടെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ എന്ന് പറയുന്നത് അന്നത്തെ ന്യൂസ് പേപ്പറിലുള്ള ഈ ഒരു ചാൻസലർ ഓൺ ബ്രിങ്ക് ഓഫ് സെക്കൻഡ് ബെയിലോട്ട് ഫോർ ബാങ്ക്സ് എന്നുള്ള ഈ ഒരു ഹെഡ്ലൈനാണ്. കാരണം അന്ന് ഈ ഒരു ബ്ലോക്ക് അന്നാണ് മൈൻ ചെയ്തത് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി സതോഷി നാക്കമോട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ സതോഷി നാക്കമോട്ടോ അത് യൂസ് ചെയ്തത് ആക്ച്വലി ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഒരു പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ അത് ആളുകൾ യൂസ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള ഈ ഒരു ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനെ സ്പാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് തടയണം എന്നുള്ളതാണ് ബിറ്റ്കോയിൻ നോട്ട്സ് കമ്മ്യൂണിറ്റി പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നോൺ മോണിറ്ററി ഡാറ്റ, ഓർഡിനൽസ്, ഇൻസ്ക്രിപ്ഷൻസ്, NFT കാര്യങ്ങളൊക്കെ ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ്റെ സ്പേസ് ഒരുപാട് കൂടും. അപ്പോൾ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പേസ് കൂടുകയും അത് നോർമലി ഉള്ള ഡേ ടു ഡേ ആളുകൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് അത് അതിൽ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഫീസ് കാര്യങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ NFT ഈ ഒരു ഓർഡിനൽസിൻ്റെ ക്രൈസൊക്കെ വന്ന സമയത്ത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2023 നവംബർ ഡിസംബർ സമയത്തെല്ലാം ഈ ഒരു NFT ക്രൈസ് വന്ന സമയത്ത് ഒരുപാട് ഫീസ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിൽ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ തന്നെ $10-15 കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് 2024 ജനുവരി 9 ബ്ലോക്കാണ്. അതായത് ഓർഡിനൽസിൻ്റെ ആ ഒരു NFT ക്രൈസ് എല്ലാം കത്തി നിൽക്കുന്ന സമയത്ത് ഒരു ബ്ലോക്കിൽ മൈനേഴ്സിന് കിട്ടുന്നത് 1.35 ബിറ്റ്കോയിൻ ആയിരുന്നു ഫീസ്. അത് ഒരു ബ്ലോക്കിൽ ഫീസായിട്ട് മാത്രം കിട്ടുന്നത് $63,000 ആയിരുന്നു. ഇപ്പോൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലോക്കിൽ ഫീസായിട്ട് മൈനേഴ്സിന് കിട്ടുന്ന ആകെ 0.011 ബിറ്റ്കോയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്തരത്തിലൊരു ബ്ലോക്ക് ചെയിന് ഈ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഇത്തരത്തിൽ സ്പാം NFT കാര്യങ്ങൾ സ്പാം ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഫീസ് ഒരുപാട് കൂടുകയും ആവറേജ് ആളുകൾക്ക് നോർമൽ ഈ ഒരു ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതായത് ഹൈ ഫീസ് കാര്യങ്ങളൊക്കെ വരും, ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ അത് ആ ഒരു അവസ്ഥ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട്സ് കമ്മ്യൂണിറ്റി ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഇതേ കാര്യം തന്നെ നമുക്ക് മറ്റുള്ള ബ്ലോക്ക് ചെയിനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിൻ്റെ ടോട്ടൽ നോഡ് സൈസ് എന്ന് പറയുന്നത് 660 GB ആണ് എന്നുണ്ടെങ്കിൽ, ഇത്തേറിയത്തിൻ്റെ ഒരു നോഡ് നമ്മൾ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.6 ടെറാബൈറ്റ് സ്റ്റോറേജ് വേണം. അത് ഫുൾ നോഡല്ല, അതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റാബേസ് നോഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 12 to 15 ടെറാബൈറ്റ് സ്റ്റോറേജ് വേണം. അത് ഇത്തേറിയത്തിലുള്ള കംപ്ലീറ്റ് നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമുക്കൊരു നോഡായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ. സൊലാന ആണെന്നുണ്ടെങ്കിൽ 400 ടെറാബൈറ്റ് വേണം. ഓക്കെ, ബൈനാൻസ് ചെയിൻ ആണെന്നുണ്ടെങ്കിൽ 7 TB വേണം. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ് അതിൽ കൂടുന്ന സമയത്ത് ഈ ഒരു ബ്ലോക്ക് ചെയിൻ നോഡ് റൺ ചെയ്യുക എന്ന് പറയുന്നത് ആവറേജ് ആളുകൾക്ക് പറ്റില്ല, വലിയ വലിയ കമ്പനികൾക്കാണ് പറ്റുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് നോഡ് എന്ന് പറയുന്നത് വളരെ കുറയും, അതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് കുറയും. ഇപ്പോൾ സൊലാനയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും ഇതാർക്കും അറിയാൻ പറ്റില്ല. കാരണം നമ്മളത് നോഡ് റൺ ചെയ്യുന്നൊന്നുമില്ല, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ നോഡ് റൺ ചെയ്യുന്ന വേറെ വലിയ വലിയ കമ്പനികളിനെയാണ്. കാരണം ഒരു ആവറേജ് ആളുകൾക്ക് ഒരു 400 TB ഒന്നും നോഡ് റൺ ചെയ്യാൻ പറ്റില്ല അല്ലേ. അത് മാത്രമല്ല അത്രത്തോളം സ്റ്റോറേജ് സ്പേസ് അതിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് കാരണം കൊണ്ടാണ് മറ്റുള്ള ഇപ്പോൾ ഇതേറിയം ആണെന്നുണ്ടെങ്കിലും സൊലാന ആണെന്നുണ്ടെങ്കിലും ബൈനാൻസ് ചെയിൻ പോലുള്ള ബ്ലോക്ക് ചെയിൻ ഒക്കെ സെൻട്രലൈസ്ഡ് ആണ് എന്ന് പറയുന്നത്. ഇത് നോഡ് റൺ ചെയ്യുന്ന ആളുകൾ എല്ലാം വളരെ കുറച്ച് ആളുകളുള്ളൂ. അപ്പോൾ അവരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത്. നമുക്കിതിലൊരു റോളില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് നമ്മൾ നോർമലിയുള്ള ബാങ്കിങ് സിസ്റ്റത്തിൽ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ വേറൊരു ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ട്രസ്റ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബാക്കിയുള്ളതിലും ഉള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം ബിറ്റ്കോയിനിലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിറ്റ്കോയിൻ നോട്ട്സ് കമ്മ്യൂണിറ്റിയും ബിറ്റ്കോയിൻ കോർ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ളൊരു ഫൈറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ ഒരു ക്ലാരിറ്റി എല്ലാവർക്കും വന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.